കോൺഫിഡൻസ് ഇല്ലായ്മ. അത് ശരിക്കും പറഞ്ഞാൽ ആരും തരുന്നൊരു കാര്യമല്ല, നമ്മളെ തന്നെ വളർത്തിയെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോൺഫിഡൻസിനെ നമുക്ക് വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഇറ്റ്സ് മീ ജിബി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പം നമുക്കറിയാം കുഞ്ഞുകുട്ടികളെ നമ്മൾ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വീട്ടിൽ ഹോളിംഗ് ബെൽ അടിക്കുന്നു, അമ്മ കിച്ചണിലാണ്, അമ്മ പറയുന്നു മോളെ അല്ലെങ്കിൽ മോനെ നീ പോയി ഡോർ തുറക്കൂ. അപ്പം സ്വന്തമായിട്ട് ഡോർ തുറന്നിട്ട് അല്ലെങ്കിൽ വാ അങ്കിളെ അല്ലെങ്കിൽ ബാ ടീച്ചറാണെങ്കിൽ ടീച്ചറെ ബാ ടീച്ചറെ കയറി വായിരിക്കുക എന്താ പറയാൻ അവർക്ക് തോന്നുന്നില്ല. മീൻസ് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഒരു ഭയം. അമ്മ പോയി നോക്ക്, അമ്മ ആരാ നോക്ക്, ഞാനിവിടെ നിൽക്കാം എന്നൊക്കെ പറയുന്ന കുട്ടികൾ. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു 8th 9th ആകുന്ന കുട്ടികളെ നമ്മൾ സ്വാഭാവികമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കറണ്ടില്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ പറയുമ്പോൾ മോളൊരു കാര്യം ചെയ്യും, KCBയിൽ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുമ്പോൾ ഫോൺ എടുക്കും. ഓക്കെ, നമ്പർ ടൈപ്പ് ചെയ്യും, വിളിക്കാൻ ബെല്ല് ഇങ്ങനെ എടുക്കാറാകുമ്പോൾ അമ്മ പറയാം എനിക്ക് വയ്യ, എനിക്ക് പേടിയാണ്, അമ്മ പറയാം എനിക്കറിയത്തില്ല എന്ത് പറയാൻ. അങ്ങനെ മാറുന്ന കുട്ടികൾ, ഈ കുട്ടികളാണ് ഈ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉള്ളിൽ വളർത്തിയിട്ട് അവർ വലുതാവുന്നത്. ഈ കോൺഫിഡൻസ് ഇല്ലായ്മയുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതും നഷ്ടപ്പെടാം, പല അവസരങ്ങളും നമ്മൾ ഇല്ലാതെ വെക്കാം. അപ്പോൾ കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് എങ്ങനെ നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസ് ഇല്ലായ്മയെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, അതിനുള്ള ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു അറിയാത്തൊരാളെ കണ്ടു, അയാളോട് പോയിട്ട് ഹായ് ചീട്ടാ എന്ന് പറയാൻ നമുക്ക് പേടിയാണ്. ഞാൻ പോയി ഹായ് പറഞ്ഞാൽ അയാൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, മോശമായി പോകത്തില്ലേ? ഞാൻ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനതിന് വിഡിത്തരം വിളിച്ച് പറയൂ, അത് ഞാനിപ്പോൾ 10 പേര് ഇരിക്കുകയാണ് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഇരിക്കുകയാണ്, അവിടെ പോയി സംസാരിക്കാനായിട്ട് നീ 2 വാക്ക് പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്. എന്ന് വെച്ചാൽ എനിക്ക് പറയാനൊന്നും അറിയത്തില്ല, ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നാക്ക് പിടയ്ക്കും, ഞാൻ ചില അബദ്ധങ്ങൾ ചിലപ്പോൾ വിളിച്ച് പറയും, എനിക്ക് എല്ലാവരും ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എൻ്റെ മുട്ടും കാലും വിറയ്ക്കും, പിന്നെ എന്നെ കാണാൻ, പിന്നെ അതേപോലെ തന്നെ പബ്ലിക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തോന്നിക്കും. എന്ന് വെച്ചാൽ അവളെ കാണാൻ നല്ല രസം, 10 പേര് നിൽക്കും, അവളെ കാണാൻ നല്ല രസമുണ്ട്, എന്നെ കാണാൻ കൊള്ളത്തില്ല, എൻ്റെ മുഖത്ത് നിറയും പിമ്പിൾസാണ്, പിന്നെ എന്താണ് എനിക്ക് വണ്ണമുണ്ട്, ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് ചേരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ, നമുക്ക് ഈ കോൺഫിഡൻസ് ഇല്ലായ്മ എപ്പോഴാണ് വരുന്നത് അറിയാമോ? നമ്മുടെ ചിന്തകൾ തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം, മനസ്സിലായില്ലേ? ഈ ചിന്തിക്കാനുള്ള ടൈം നമ്മൾ കൊടുക്കാൻ പാടില്ല. ഞാൻ സിമ്പിൾ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. നമ്മൾ 10 പേരുടെ പോയി മുന്നിൽ പോയിട്ട് നമ്മളോടൊന്നും സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്. കാരണം നമുക്ക് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചതിൽ അബദ്ധം പറ്റിപ്പോവോ, ഞാൻ ഈ പറയുന്നത് വിഡിത്തം കേട്ടിട്ട് നാട്ടുകാരെ നോക്കി ചിരിക്കുവോ, എന്നെ കളിയാക്കുമോ, ഇതൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും ഉള്ള കോൺഫിഡൻസും ഇല്ലാതായിപ്പോവും. സോ ചിന്തിക്കാൻ അവസരം കൊടുക്കില്ല. നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നോ, അല്ലെങ്കിൽ നമുക്ക് ഇന്നത് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പേടിയാണ്. ആ പേടിയാണ് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മ. അപ്പോൾ ചിന്തിക്കാൻ ഒരു അവസരം നമ്മൾ കൊടുക്കരുത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു റൂളാണ് 5 സെക്കൻഡ് റൂൾ. എന്താണ് 5 സെക്കൻഡ് റൂൾ എന്ന് വെച്ചാൽ ഒന്നുമില്ല. എനിക്കിപ്പോൾ ഓടിപ്പോയിട്ട് ഇപ്പം എന്നോട് പറഞ്ഞു, ഒരു വേദിയിൽ എന്നോട് പറഞ്ഞു പാടാൻ, എൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു പാടാൻ. പക്ഷെ എനിക്ക് പാടാൻ അറിയാം, പക്ഷെ എനിക്ക് പേടിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ചിന്തിക്കാനുള്ള അവസരം കൊടുക്കരുത്. ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ കാട് കയറി ചിന്തിക്കും, അപ്പോൾ എൻ്റെ ഉള്ള കോൺഫിഡൻസിൽ പോകും. സോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ സിറ്റുവേഷനിൽ നമ്മൾ 5 സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യണം. 5 സെക്കൻഡ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. 5 4 3 2 1 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓടിപ്പോയി പാടിയിരിക്കണം. എന്താണ് സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നുകിൽ നമ്മൾ നന്നായിട്ട് പാടും, ചിലപ്പോൾ ഒന്ന് കയ്യോ കാലോ വിറയ്ക്കുമായിരിക്കും, പക്ഷേ നമ്മളൊന്നും കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു വട്ടം സ്റ്റേജിൽ കയറി നമ്മൾ പാടിക്കഴിയുമ്പം നമ്മുടെ കുറച്ച് ഭയം മാറും, അല്ലേ? ചിലപ്പം ആ ഒരു 100 ഓഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 60% ആൾക്കാർ നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റിച്ചെങ്കിലും പോസിറ്റീവ് പറയുന്ന ആൾക്കാരായിരിക്കും. ആ പോസിറ്റീവ് മാത്രം നമ്മൾ ഉൾക്കൊള്ളുക. നമ്മൾ കേൾക്കാതെയോ അല്ലെങ്കിൽ നമ്മളെ ഈ കുട്ടി അതിപ്പോൾ പറഞ്ഞിട്ട് തെറ്റിപ്പോയി ഇട്ട് കളയാൻ, നെഗറ്റീവ്സിനെ നമ്മളങ്ങ് അകറ്റിക്കളയാം. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുക. അപ്പോൾ ഒരു 60% പോസിറ്റീവ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം പറയുമ്പോൾ നമ്മളിപ്പോൾ ആദ്യം കാണിച്ചൊരു മടി പിന്നീട് കാണത്തില്ല. കുറച്ചും കൂടി നമ്മൾ പാടാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഓക്കെ ടീച്ചറെ ഞാൻ നോക്കാം പാടാം എന്ന് പറയത്തില്ല. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ കോൺഫിഡൻസ് ഇല്ലായ്മ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരൻസ് വേണം അവരുടെ ആ കോൺഫിഡൻസ് ഇല്ലായ്മ മാറ്റിയെടുക്കാനും, ചെറുപ്പത്തിലേ തന്നെ അവരെ എല്ലാം ചെയ്യിക്കാനും എല്ലാത്തിനോടും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പേരൻസ് തന്നെ ചെയ്യണം. ഇനി ഒന്നാമത്തെ ഒരു കാര്യം, ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം. നമ്മൾ കമ്പാരിസൺ നമ്മൾ കുട്ടികളോട് കാണിക്കാൻ പാടില്ല. സിമ്പിൾ ഉദാഹരണം പറയാം. എനിക്കിപ്പം നല്ല മാർക്കുണ്ട്, എനിക്കിപ്പം 10th എനിക്ക് 10A+, എനിക്ക് 9A+, ഒരു A ഉണ്ടെന്നിരിക്കട്ടെ. സോ ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് വീട്ടിൽ വന്ന് റിസൾട്ട് പറയുമ്പോൾ അമ്മ എടുത്ത വരെ ചോദിക്കുന്നു, അല്ലെങ്കിൽ അപ്പൻ എടുത്ത വരെ ചോദിക്കുന്നു, 10A+ ഉണ്ടല്ലോ, 10A+ ആണ് വേണ്ടത്, എനിക്ക് 9A+ ഇല്ലേ ഉള്ളൂ, ഒരു സബ്ജക്റ്റിന് എന്ത് പറ്റി A, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിന് എത്രയാണ് ടോപ്പ് ക്ലാസ്സിൽ വാങ്ങിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണല്ലേ. നമ്മുടെ ആ ഒരു പോസിറ്റീവിനെ അല്ല കാണുന്നത്, അങ്ങനെ നമ്മൾ ചോദിക്കാൻ പാടില്ല. അതേപോലെ നിന്റെ കൂട്ടുകാരിക്ക് എത്ര ഉണ്ട്,
അവളെക്കാട്ടും നിനക്ക് മാർക്ക് കുറവല്ലേ, അപ്പൊ പിന്നെ നീ അവിടെ ഒപ്പം ആയില്ലല്ലോ. അങ്ങനെ ഒരു കമ്പാരിസൺ നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളോടായാലും അല്ലെങ്കിൽ ഈവൻ സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും എന്ത് ചെയ്യുക, കമ്പാരിസൺ ചെയ്യാതിരിക്കും ഏതൊരു കാര്യത്തിലും. ഇപ്പോൾ സിമ്പിൾ നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗ്യാങ് ആണ്, ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്. അപ്പോൾ ആ ഗ്യാങ്ങിൽ നമുക്ക് ചില ഗ്യാങ്ങിൽ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ സോൺ ആയിരിക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കാരണം എന്ന് വെച്ചാൽ ഒരു നമുക്ക് 2 ഗ്യാങ്ങിൽ നമ്മൾ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാങ്ങിൽ നമ്മൾ കംഫർട്ടബിൾ ആണ്, കാരണം നമ്മൾ ഹീറോ ആണ്. കാരണം നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ആൾക്കാർ നമ്മുടെ റേഞ്ചിൽ ഒത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നല്ല കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ നല്ല കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ നന്നായിട്ട് സംസാരിക്കും, എടുക്കും. അതേസമയത്ത് മറ്റേ ഗ്യാങ്ങിൽ നമ്മൾ ചെല്ലുമ്പം അവിടെ കുറച്ച് വില്ലത്തികളാണ് ഇരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞാൽ നമ്മളെ കളിയാക്കുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ ഒന്ന് ചൂളിപ്പോയാലും നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ കിടക്കും. ഓ, അവരെന്നെ കളിയാക്കുന്നു, എനിക്ക് അങ്ങനെയാണ്, എന്നെ കാണാൻ കൊടുത്തിട്ട് മുടി നീണ്ടതാണ്, പിന്നെ അവർ അത്രയും പോരാ, അല്ലെങ്കിൽ നിനക്ക് സംസാരിക്കാനുള്ള കഴിവില്ല, നിനക്ക് പഠിക്കാൻ ഭയങ്കര മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കുന്ന ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ഉള്ള കോൺഫിഡൻസും കൂടി ഇല്ലാതാവും. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ആൾക്കാരുടെ കൂടെ മാത്രം നമ്മൾ നിൽക്കുക. ഓക്കെ, അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ളൊരു ആൾക്കൂട്ടം അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഗ്യാങ്ങിൽ നിന്ന് കഴിവതും നമ്മൾ മാറി നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സിറ്റുവേഷൻസ് തന്നെയാണ് ഇവിടെയും. ഇപ്പം നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മൾ പലതും ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ആ ഗ്യാങ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കാണുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ നെഗറ്റീവ്, അല്ലെങ്കിൽ നമുക്ക് ഏതൊരു മനുഷ്യനെ എടുത്താലും ഓൾ പെർഫെക്റ്റ് ആയിട്ടൊരാളെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഈ ലോകത്തിലുള്ള ഈ യൂണിവേഴ്സിലുള്ള എല്ലാവരും എന്താണ്, അവർക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്സ് കാണും, ചെറിയ ചെറിയ പോരായ്മകൾ കാണും. ഓൾ പെർഫെക്റ്റ്, എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊരാളെ നമുക്ക് ഈ യൂണിവേഴ്സിറ്റി കാണാൻ സാധിക്കത്തില്ല. സോ നമ്മളെപ്പോലുള്ള ആൾക്കാരാണ് അവരും. അപ്പം നമ്മളിലുള്ള ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, നമ്മൾ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ നിന്ന് കഴിഞ്ഞാൽ അവരിതൊന്നും കാണൂല, അവർ നമ്മളുടെ നെഗറ്റീവ്സിനെ മാത്രം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും. ഒരു പക്ഷേ ആ പറയുന്ന നെഗറ്റീവ്സ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും, നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടേ ഇരിക്കും. അയ്യോ, അവർ പറഞ്ഞ ശരിയാണോ, നമ്മൾ അതിനെക്കുറിച്ച് കാടുകയറി ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസും കൂടി നമുക്ക് നഷ്ടപ്പെടും. സോ ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാങ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരോട് കഴിവതും നമ്മൾ എന്ത് ചെയ്യുക, ഇടപെടാതെ ഇരിക്കുക. അതിൽ നിന്നൊക്കെ നമ്മൾ വേറിട്ട് നിൽക്കുക. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, അതായത് മനുഷ്യരാണ് എല്ലാവരും അല്ലേ. അപ്പം എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്, പോരായ്മകളുണ്ട്, ചില ബലഹീനതകളുണ്ട്, എല്ലാത്തിനും എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സോ ഇപ്പം നമുക്ക് നമ്മളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണ്, സെൽഫ് ടോക്ക്. സെൽഫ് ടോക്ക് എന്ന് വെച്ചാൽ നമ്മളോട് തന്നെ സംസാരിക്കും. ഇപ്പം ഞാൻ എന്നോട് തന്നെ കൂടുതലും സംസാരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഞാൻ ഇങ്ങനെ എപ്പോഴും കമ്പയർ ചെയ്യും, മറ്റൊരാളുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണായിട്ട് ഞാൻ കമ്പയർ ചെയ്യും. അയാളെ വെച്ചിട്ട് ഞാൻ പറയും, ഞാൻ അത്ര ഇൻ്റലിജൻ്റ് അല്ല, അല്ലെങ്കിൽ എന്നെ കാണാൻ വലിയ ഭംഗിയില്ല, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാനുള്ള നല്ല കഴിവില്ല, ഞാൻ നന്നായിട്ട് പാടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. അങ്ങനെയുള്ള ചിന്തകൾ, നെഗറ്റീവ് ആയിട്ടുള്ള ടോക്കാണ് നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഉള്ള കോൺഫിഡൻസും കൂടി ഇത് ഇല്ലാതാക്കുക. നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് തിങ്കിങ്ങിന് കൂടിക്കൊണ്ടേയിരിക്കും. സോ ഇതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, ഈ നെഗറ്റീവ് ടോക്ക് നമ്മളോട് തന്നെ ചിന്തിക്കുന്നതും പറയുന്നതും ആദ്യം നിർത്തുക. നമ്മളിൽ എല്ലാവർക്കും നെഗറ്റീവ് സൈഡും ഉണ്ട്, പോസിറ്റീവ് സൈഡും ഉണ്ട് അല്ലേ. സോ നമ്മുടെ കഴിവുകളെ കുറിച്ച് ചിന്തിക്കുക. ആഹാ, എനിക്ക് വരയ്ക്കാൻ നല്ല കഴിവുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഡാൻസ് ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് സാരി എടുക്കാനുള്ള കഴിവുണ്ടല്ലോ. ഇതെല്ലാം എന്താണ്, എല്ലാം ഓരോ കഴിവുണ്ട്. ചെറിയൊരു കാര്യം പോലും, അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഇപ്പം സിമ്പിൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം നന്നായിട്ടൊരു കോലം വരയ്ക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് നന്നായിട്ട് ഫോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ക്ലീനിങ്, നമ്മുടെ തന്നെ പരിസരങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ, ആർട്ട് വർക്ക് ചെയ്യാൻ, ഇതെല്ലാം ഓരോ സ്കില്ലാണ്. സോ നമ്മുടെ പോസിറ്റീവ് സ്കില്ലിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. സോ നമ്മൾ അറിയാൻ നമ്മുടെ ഉള്ളിൽ കോൺഫിഡൻസ് കൂടും. നമുക്ക് എപ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിപ്പം കോൺഫിഡൻസ് ഇല്ല, നമ്മുടെ ലാസ്റ്റ് നമുക്ക് എപ്പോഴാണ് ഭയം തോന്നിയത്, അല്ലെങ്കിൽ എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇത് ഫീൽ ആയിപ്പോയി. അപ്പം എന്തുകൊണ്ടാണ് എനിക്കിവിടെ ഭയം വന്നത്, ആ ഭയം വരാനുള്ള റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, അത് സോൾവ് ചെയ്യുക. ഇപ്പോൾ സിമ്പിൾ ഉദാഹരണം പറയുവാണെങ്കിൽ, എനിക്ക് സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. സോ ഞാൻ സ്റ്റേജിൽ കയറി എന്നോട് സ്പീച്ച് പറയാൻ പറഞ്ഞു. ഞാൻ അധികം പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ സ്പീച്ച് പറഞ്ഞു.
സോ എനിക്ക് ഓൾറെഡി ഒരു ഫിയർ ഉണ്ട്, സ്റ്റേജ് ഫിയർ ഉണ്ട് അല്ലേ. അത് മുഖേന ഞാൻ പഠിച്ച കാര്യങ്ങൾ പോലും എനിക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല, ആൾക്കാർ കളിയാക്കി. സോ നമ്മൾ അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ആ കോൺഫിഡൻസ് ലെവൽ ഉയർത്തണം. എന്തുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല, ഞാൻ എന്തുകൊണ്ട് മറന്നുപോയി എന്ന് ചിന്തിക്കണം. എനിക്ക് എന്തില്ല, കോൺഫിഡൻസ് ഇല്ലായ്മയായിരുന്നു എൻ്റെ പ്രശ്നം. പക്ഷേ ഞാനത് ഒരുമാതിരി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് സ്വന്തമായിട്ട് കണ്ണാടി ഫ്രണ്ട് ചെയ്യുന്നൊരു 10 വട്ടം പറഞ്ഞിരുന്നു, ഇതിലും എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റൂലായിരുന്നു. തീർച്ചയായിട്ടും പറ്റുമായിരുന്നു. അങ്ങനെ 1-2 വട്ടം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്താൻ പറ്റും. അതുപോലെ തന്നെ ഏതൊരു സെക്കൻഡിലും നമ്മൾ 5 സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി ചിന്തിച്ചോളൂ, നമ്മുടെ ലൈഫിൽ നമ്മൾ മറ്റുള്ളവരെ വെച്ച് കമ്പാരിസൺ ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുക. കാരണം കമ്പാരിസൺ ഇപ്പം നമ്മുടെ ലൈഫിൽ നല്ല നമ്മുടെ യൂണിവേഴ്സിൽ ഓരോ ആൾക്കാരെ നമ്മൾ എടുത്താലും ഓരോരുത്തർക്കും ഓരോ വിഷനാണ് അല്ലേ, ഓരോരുത്തരുടെ ഓരോ ലൈഫാണ്. എൻ്റെ ജീവിതം പോലെയല്ല വേറൊരാളുടെ ജീവിതം. സോ അവരുടെ ജീവിതം കണ്ടിട്ട് ഞാൻ എൻ്റെ ജീവിതമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള കോൺഫിഡൻസ് എടുക്കുക, അവിടെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. സോ നമ്മൾ യൂണിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വിഷനുണ്ട്, അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. എല്ലാവരും അവനവൻ്റേതായിട്ടുള്ള വഴിക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ട്രാക്കുണ്ട്, ആ ട്രാക്കിൽ എല്ലാ ആൾക്കാരും സെയിം ട്രാക്കിൽ കൂടി ഓടി വിജയിക്കണമെന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ. ട്രാക്ക് ഒരുപാടുണ്ട്, ആൾക്കാർ പല ട്രാക്കിലൂടെയും പല ദിശയിലൂടെ പോകും, എന്നിട്ട് അവരുടെ സക്സസ്സിലേക്ക് എത്തും. സോ ബിസി ലൈഫിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ട് എന്ന് എപ്പോൾ തിരിച്ചറിയുന്നോ ആ നിമിഷം നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസ് നമ്മൾ വളർത്തിയെടുക്കുക. നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മ മൂലം നമ്മുടെ മറ്റ് പല അവസരങ്ങളും നമ്മൾ ഇല്ലാതാക്കരുത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ കുട്ടി ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.